നമസ്കാരം. പശ്ചിമ ബംഗാളിനെ പതിറ്റാണ്ടുകളായി പിന്നോട്ടടിക്കുന്ന അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ അതിശക്തമായ പടപ്പുറപ്പാടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഭീതിയുടെയും അഴിമതിയുടെയും കോട്ടകൾ തകർക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഗുണ്ടകൾക്കും സിൻഡിക്കേറ്റുകൾക്കും കീഴടങ്ങാൻ ഏപ്രിൽ 29 വരെ സമയം അനുവദിച്ച പ്രധാനമന്ത്രിയുടെ നടപടി ബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഇന്ന് വികസനത്തെക്കാൾ അധികം ചർച്ച ചെയ്യപ്പെടുന്നത് സിൻഡിക്കേറ്റ് രാജാണ്. എന്താണ് ഈ സിൻഡിക്കേറ്റ്? തൃണമൂൽ കോൺഗ്രസിന്റെ തണലിൽ വളരുന്ന പ്രാദേശിക ഗുണ്ടകളുടെയും നേതാക്കളുടെയും ഒരു കൂട്ടായ്മയാണിത്. ഒരു സാധാരണക്കാരൻ ബംഗാളിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചാൽ അവർക്ക് സിൻഡിക്കേറ്റ് നിശ്ചയിക്കുന്ന നിരക്കിൽ നിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു. സർക്കാർ പദ്ധതികളിലായാലും സ്വകാര്യ മേഖലകളിലായാലും തൃണമൂൽ നേതാക്കൾക്ക് കട്ട് മണി അല്ലെങ്കിൽ കമ്മീഷൻ നൽകാതെ ഒന്നും നടക്കില്ലെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാർ ദരിദ്രർക്കായി നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും അർഹരായവരിലേക്ക് എത്തുന്നില്ല. പല പദ്ധതികളുടെയും പേര് മാറ്റി സ്വന്തം പേരിലാക്കാനാണ് മമത സർക്കാർ ശ്രമിക്കുന്നത്. ഈ പകൽക്കൊള്ളയ്ക്ക് അന്ത്യം കുറിക്കുമെന്നാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത്. അഴിമതിയുടെ പണം പാവപ്പെട്ടവന്റേതാണെന്നും അത് തിരിച്ചു പിടിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ബംഗാളിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൃത്യമായ ഒരു തീയതി എടുത്തു പറഞ്ഞത് വെറുതെയല്ല. ഈ അഴിമതിക്കാർക്കുള്ള അവസാന മുന്നറിയിപ്പാണ് ഈ തീയതി. ഏപ്രിൽ 29 മുമ്പ് കീഴടങ്ങാൻ തയ്യാറാകാത്തവർ വരും ദിവസങ്ങളിൽ നിയമത്തിന്റെ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണിത്. അഴിമതി കേസുകളിൽ അന്വേഷണം നടത്തുമ്പോൾ കേന്ദ്ര ഏജൻസികളെ തടയാൻ ശ്രമിക്കുന്ന തൃണമൂൽ സർക്കാരിന്റെ തന്ത്രങ്ങൾ ഇനി വിജയിക്കില്ല. ബംഗാളിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വോട്ട് ബാങ്ക് നിലനിർത്തുന്ന ഗുണ്ടകൾക്കിനി അധികനാൾ സ്വൈര്യമായി വിഹരിക്കാൻ കഴിയില്ലെന്ന് മോദി അടിവരയിട്ട് പറയുന്നു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ തിരഞ്ഞെടുപ്പുകളിൽ പോലും രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ചരിത്രമാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരെ പ്രതിപക്ഷ പ്രവർത്തകരെ കൊലപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ജയിച്ചു കയറുന്ന തന്ത്രമാണ് അവർ പയറ്റുന്നത്. സന്ദേശ് കാലിയിൽ നടന്ന സംഭവങ്ങൾ ബംഗാളിലെ സ്ത്രീകളുടെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ പരാജയപ്പെട്ട ഒരു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിലൂടെ വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജി ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുകയാണ്. ബംഗാളിനെ പട്ടിണിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും തള്ളിവിട്ട ഇടത് തൃണമൂൽ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി വ്യവസായവൽക്കരണത്തിന്റെയും തൊഴിലവസരങ്ങളുടെയും പുതിയ ലോകമാണ് മോദി വാഗ്ദാനം ചെയ്യുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾ, മെട്രോ വികസനം, ദേശീയപാതകൾ എന്നിവയിലൂടെ ബംഗാളിന്റെ മുഖച്ഛായ മാറ്റാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അത് തടയാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ബംഗാളിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ തൊഴിലിനായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്നത് തൃണമൂലിന്റെ വികലമായ നയങ്ങൾ കാരണമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ബംഗാളിൽ തന്നെ തൊഴിൽ ഉറപ്പാക്കുമെന്ന് മോദി ഉറപ്പു നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ഒഴുകിയെത്ത ജനസാഗരം ഒരു കാര്യം വിളിച്ചു പറയുന്നു: ബംഗാൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഭയമില്ലാതെ വോട്ട് ചെയ്യാനും അഴിമതിയില്ലാത്ത ഒരു ഭരണം സ്വപ്നം കാണാനും ബംഗാളിലെ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. തൃണമൂലിന്റെ സിൻഡിക്കേറ്റ് രാജ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. അഴിമതിക്കാരെ ജയിലിലടയ്ക്കുമെന്നും പാവപ്പെട്ടവരുടെ പണം അവർക്ക് തന്നെ തിരികെ നൽകുമെന്നും മോദി നൽകിയ വാക്ക് ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. പശ്ചിമ ബംഗാളിനെ വീണ്ടും സോണാർ ബംഗ്ല ആക്കി മാറ്റാനുള്ള പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ഏപ്രിൽ 29 എന്ന സമയപരിധി കഴിയുന്നതോടെ ബംഗാളിലെ ജനങ്ങൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അക്രമത്തിനും അഴിമതിക്കും മുകളിൽ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും വിജയം ഉടനുണ്ടാകും. പശ്ചിമ ബംഗാൾ എന്ന പുണ്യഭൂമി ഇന്ന് അഴിമതിയുടെയും ആക്രമണത്തിന്റെയും വിളനിലമായി മാറിയിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് ആകെ ലജ്ജയുണ്ടാക്കുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഏപ്രിൽ 29 എന്ന പ്രഖ്യാപനം വെറും ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, ബംഗാളിലെ കോടിക്കണക്കിന് വരുന്ന നിശബ്ദരായ മനുഷ്യരുടെ വിലാപത്തിന് ലഭിച്ച ഉത്തരമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യാനോ വിഭിന്നമായ രാഷ്ട്രീയ അഭിപ്രായം രേഖപ്പെടുത്താനോ ഭയപ്പെടേണ്ടി വരുന്നത് എത്രത്തോളം ദയനീയമാണ്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നടപ്പിലാക്കുന്നത് ഇലക്ഷൻ ജയിക്കാനുള്ള തന്ത്രങ്ങളല്ല, എതിർശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ഫാസിസ്റ്റ് രീതികളാണ്. ഗ്രാമങ്ങളിൽ പോയി സാധാരണക്കാരോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് സിൻഡിക്കേറ്റ് നൽകുന്ന ഭീഷണികളെ കുറിച്ചാണ്. സ്വന്തം മണ്ണിൽ അന്യരായവരെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഈ ജനതയ്ക്ക് മോദി നൽകിയ ഉറപ്പ് ഒരു വലിയ ആശ്വാസമാണ്.
ശാരദ, നാരദ, കുംഭകോണങ്ങൾ മുതൽ അധ്യാപക നിയമന അഴിമതി വരെ നീളുന്ന തൃണമൂൽ അഴിമതിയുടെ പട്ടിക പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും. പാവപ്പെട്ട യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഭരണകൂടം നേരിട്ടാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനെത്തുമ്പോൾ അവരെ തടയാനും ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാനും മടിക്കാത്ത ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് ബംഗാളിലുള്ളത്. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴും സന്ദേശ് സഹോദരങ്ങൾക്ക് തങ്ങളുടെ അന്തസ്സിനായി തെരുവിലിറങ്ങേണ്ടി വന്നു എന്നത് തൃണമൂൽ ഭരണത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്ന ഭരണകൂടത്തിന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പ്രസക്തമാകുന്നത്. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ബംഗാളിലെ ഓരോ സ്ത്രീക്കും നൽകുന്ന ധൈര്യം ചെറുതല്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കുതിച്ചുപായുമ്പോൾ ബംഗാൾ ഇന്നും പഴയ കാലത്ത് തങ്ങി നിൽക്കുകയാണ്. വ്യവസായങ്ങൾ പടിയിറങ്ങുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു, കേന്ദ്രം നൽകുന്ന പണം അർഹരായവരിലേക്ക് എത്താതിരിക്കാൻ തൃണമൂൽ നേതാക്കൾ ഒരു വൻമതിൽ പോലെ നിൽക്കുന്നു. ആയുഷ്മാൻ ഭാരത് പോലുള്ള വിശ്വോത്തര പദ്ധതികൾ ബംഗാളിൽ നടപ്പിലാക്കാത്തത് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് മികച്ച ചികിത്സ ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്ന ഇത്തരം നയങ്ങൾ തിരുത്തപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ബംഗാളിൽ ഇനി വേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ്. ഏപ്രിൽ 29 എന്ന സമയപരിധി കഴിയുമ്പോൾ നിയമത്തിന്റെ ഉരുക്കുമുഷ്ടി അഴിമതിക്കാർക്ക് മേൽ പതിക്കുമെന്ന് തന്നെ നാം വിശ്വസിക്കുന്നു. ഗുണ്ടായിസവും അഴിമതിയും കൈമുതലായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ജനങ്ങളുടെ തലവിധി നിർണ്ണയിക്കാൻ അധികാരമില്ല. മോദിയുടെ ഈ പോരാട്ടം വെറും അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് ബംഗാളിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനും സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ്. അഴിമതിക്കാരെ തുറുങ്കിലടിക്കുകയും ബംഗാളിനെ അക്രമമുക്തമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം നിലകൊള്ളേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. കാരണം ബംഗാൾ ജയിച്ചാൽ മാത്രമേ ഭാരതം പൂർണ്ണമായി ജയിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.